അങ്ങറ്റം വരെ വെള്ളം കയറി റോട്ടിൽ വീടിനകത്ത് കയറാണ് വെള്ളം കയറിക്കാൻ. ഇപ്പോൾ ഈ കൊച്ചു മക്കളെയൊന്നും കൊണ്ട് സ്കൂളിലൊന്നും മക്കളെ കൊണ്ട് പഠിപ്പിക്കാനും എടുക്കാനും പോകാനൊന്നും നിർത്തിയില്ല. ഈച്ച, കൊതുക്, ചെറിയ ചെറിയ പ്രാണികളെല്ലാം വീട്ടിനകത്ത് വരെ വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സ്മെല്ല് കൊണ്ട് സഹിക്കാൻ വയ്യാത്തതാണ്. ഭയങ്കരമായ സ്മെല്ലാണ്. യാത്ര ചെയ്യാൻ പറ്റണില്ല. ഈ ചന്തയുടെ സൈഡിൽ കിടക്കുന്ന മാലിന്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുഴുക്കൾ വരെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളം കയറുമ്പോഴത്തേക്ക് ഈ പുഴുക്കളെല്ലാം വരുന്ന റോഡിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഈ ഒരു റോഡാണ് ഉള്ളത്. അപ്പോൾ ഈ പുഴുവിൻ്റെ പുറത്തൂടെയാണ് ഞങ്ങൾ നടന്ന് പോകുന്നത് വരുന്നതുമല്ല. ഇതിൽ നടക്കണ്ടേ ഞങ്ങൾക്ക്? എല്ലാവർക്കും വണ്ടികളില്ലല്ലോ. കൊച്ചുമക്കൾക്ക് എന്നും കുന്നും അസുഖങ്ങൾ. ഇത് കണ്ടില്ലേ, ഇതെന്തോന്നാണ് ഈ കിടക്കുന്നത്? മനുഷ്യൻ ജീവിതത്തിലുള്ളവർ താമസിക്കൂല ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത്. ഞാൻ ഇരട്ടെ കണ്ണടയ്ക്കാൻ നിവർത്തിയില്ല. ഡയാലിസിസ് രോഗിയാണ്. ഇതിൽ ഒരെണ്ണം വന്നിരുന്ന് ഊന്നിയാൽ മതി, ഉയിര് പോകും. മേയർ ഉൾപ്പെടെ കോർപ്പറേറ്റ് സെക്രട്ടറി എല്ലാവർക്കും പരാതി കൊടുത്തു. കൂടുതലും പരിഹാരമാർഗം കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ സമരപരിപാടികളിലേക്ക് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബുവിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.